നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം സർച്ചു എന്ന് പറയുന്ന സ്ഥലത്താണ്. SARCH കണ്ടില്ലേ, ഫുള്ള് ടെൻറ്റുകളാണ് റോഡിൻ്റെ രണ്ട് സൈഡ്. ഒരു ക്യാമ്പിംഗ് പോയിന്റ് ആണ്, അതായത് ബൈക്കേഴ്സിൻ്റെയും റൈഡേഴ്സിൻ്റെയും എല്ലാവരും മണാലിയിലേക്ക് പോകുന്നവരിക്കൊക്കെയുള്ള ഒരു ഹോൾട്ടിംഗ് പോയിന്റാണ് സർച്ചു എന്ന് പറയുന്നത്. മണാലിയിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് റോട്ടൻബാസ്, ജിസ്പ, കിലോങ്, ജിസ്പ കഴിഞ്ഞാൽ നമുക്ക് എത്തുന്ന സ്ഥലമാണ് സർച്ചു. സർച്ചുവിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന സെറ്റപ്പാണ്, അതായത് ബാക്കിൽ കണ്ടല്ലോ ഫുൾ ടെൻറ്റ് സെറ്റപ്പ്. ഒരാൾക്ക് 200 രൂപ വെച്ചിട്ട് ഒരു ബെഡ്. രാത്രി കുറച്ച് തണുപ്പുണ്ടാവും, പക്ഷെ എന്നാലും സീനില്ല, സേഫാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്രോൾ ടാങ്ക് കന്നാസിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, പിന്നെ റൂമിലേക്ക് ടെന്നിനുള്ളിലേക്ക് എടുത്ത് വയ്ക്കുക. വണ്ടിയിൽ വെച്ചിട്ട് പോകരുത്. വണ്ടിയിൽ വെച്ച് പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോകും. അതുപോലെ വണ്ടി എടുത്ത് വെക്കുന്ന സമയത്തും 3 വണ്ടി ഉണ്ടെങ്കിൽ 3 വണ്ടി അടുത്തടുത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വണ്ടിയിൽ ചിലപ്പോൾ എണ്ണ വീട്ടിൽ പോകാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ഇവർ തന്നെ ഇവിടെ ബ്ലാക്കിന് എണ്ണ തരും. കന്നാസ് 5 ലിറ്റർ എണ്ണ, 3 ലിറ്റർ എണ്ണ ബ്ലാക്കിന് കിട്ടും. അതായത് നമുക്ക് മണാലിയിലാണെങ്കിൽ ലിറ്ററിന് 74 രൂപ ആയിട്ടാണ്. ലേയിലാണെങ്കിൽ പെട്രോളിന് ലിറ്ററിന് 80 രൂപ ചില്ലറ വരും. ഇവിടെ ആകുമ്പോൾ ഇവർ 100 രൂപ അടിക്കും ലിറ്ററിന്. അപ്പോൾ നമ്മളെ നൂറ്റിയിട്ട് നമുക്ക് തന്നെ തരുന്നൊരു സ്കീമാണ് ചിലപ്പോൾ എന്ന് പറയാം. അതുകൊണ്ട് പെട്രോൾ ശ്രദ്ധിക്കുക. കന്നാസ് ഉണ്ടെങ്കിൽ ഉള്ളിലെടുത്ത് വയ്ക്കുക, വണ്ടികൾ അടുത്തടുത്ത് വയ്ക്കുക. പിന്നെ ടെൻറ്റ് സ്റ്റേ കുഴപ്പമില്ല, തണുപ്പ് ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ റൈഡിങ് ഗിയർ അതേപോലെ തന്നെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് പ്രൊഫഷണൽസിനുള്ള അല്ലെങ്കിൽ ബിഗിനേഴ്സിനുള്ള ഒരു ഇതാണ് എൻ്റെ റൈഡിങ് ഗിയർ ഞാൻ എടുത്തിട്ട്. അതായത് രാംഗാർഡുണ്ട്, പാഡുണ്ട്, പിന്നെ പ്രോ ബൈക്കറിൻ്റെ 400 കിട്ടുന്നൊരു ഗ്ലൗസ് ഉണ്ട്. ഇത് മതി, കുഴപ്പമില്ല. പിന്നെ ഇത് കവറിങ്, ഞാൻ നേരത്തെ പറഞ്ഞ മാസ്ക്, ഒരു ഹെഡ് കവറിങ്, ഹെൽമെറ്റിനുള്ളിൽ, ബാക്കിയെല്ലാം കൂടുതലാണ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വഴിക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ 3 പേരുള്ളത്. ഞങ്ങൾ വഴി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേന്ന് വരികയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ സർച്ചിൽ നിന്ന് മണാലി പിടിക്കണം. അപ്പോൾ എന്താ പറയുക, ഇത് പറഞ്ഞ പോലെ ജിസ്പ, കിലോങ്, റോട്ടൻബാസ്, മണാലി. ഇന്ന് വൈകുന്നേരത്തേക്ക് മണാലി എത്തും. ശരിക്കും 2 ദിവസത്തിൽ നമുക്ക് മണാലിയിലെ പിടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് ഡേ വൈസുള്ള ഒരു വിവരണം അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതായത് നമ്മൾ ഡൽഹിയിൽ നിന്ന് മണാലി എങ്ങനെ വരാം, ബസ് വഴി, ഇങ്ങനെ വണ്ടികൾ എങ്ങനെ റെൻറ്റിനെടുക്കാം, റെൻറ്റിനെടുത്താൽ വണ്ടി നമുക്ക് എങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം, 3 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം, 3 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എവിടെ നമുക്ക് ഹോൾട്ട് ചെയ്യാം. അപ്പോൾ ആ രീതിയിലൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. സർച്ചൂരിൽ നിന്ന് മണാലിയിലേക്ക് പോകുമ്പോൾ ഒരു 10-15 കിലോമീറ്റർ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. കംപ്ലീറ്റ് ഓഫ് റോഡാണ്. ഒരു മല ഇടിഞ്ഞ് വരുന്ന കല്ലുകൾ കണ്ടില്ലേ, ഇങ്ങനത്തെ കല്ലുകൾ കൊണ്ടുള്ള മാത്രമുള്ള ഒരു വഴിയാണ്. അതിനിടയ്ക്ക് റിവർ ക്രോസിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ റിവർ ക്രോസിംഗ് നമ്മൾ കടന്നിട്ട് പോകണം. റിവർ ക്രോസിംഗ് ഇത് കടക്കാൻ കുറച്ച് പണിയാണ്. പണി പറഞ്ഞാൽ വേറെ സീനാണ്. നമ്മൾ രാവിലെ സർച്ചുവിൽ സ്റ്റേ ചെയ്തിട്ട് മണാലിയിലേക്ക് പോവുകയാണെങ്കിൽ കഴിയുന്നത് രാവിലെ ഒരു 7 മണിക്കെങ്കിലും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. വെയിലിറങ്ങും തോറും ഇത് വെള്ളത്തിൻ്റെ ലെവൽ കൂടും. നമുക്ക് റിവർ ക്രോസിങ് കുറച്ച് പണിയായിരിക്കും. അതുകൊണ്ട് കഴിയുന്നത് മണാലിയിലേക്ക് പോകുമ്പോൾ, സർച്ചുവിൽ നിന്ന് മണാലിയിലേക്ക് പോകുമ്പോൾ കഴിയുന്നത് രാവിലെ 7 മണിക്ക് എണീറ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് സ്ഥിതി. റോഡ് കണ്ടല്ലോ, റോഡ് കംപ്ലീറ്റ് ഇങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. കുറച്ച് സൂക്ഷിച്ച് പോകണം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഗോപ്രോ ഇല്ലാത്തത്, ഗോപ്രോ കഴിയുന്നതും ബിഗ്നസ് ആണെങ്കിൽ കൂടി ഒരു ഗോപ്രോ സംഘടിപ്പിക്കുക. ഗോപ്രോ എടുത്ത് നമുക്ക് കംപ്ലീറ്റ്
ആ ഒരു ട്രാവൽ ഫുൾ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. ശരിക്കും നമുക്ക് ലഡാക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, ഇറ്റ്സ് ഹെവൻ, വേ ടു ഹെവൻ. ശരിക്കും അങ്ങനത്തെ സ്ഥലങ്ങളാണ്. നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടില്ല, ഓരോ സ്ഥലങ്ങളും കണ്ടില്ലേ, എല്ലാ സ്ഥലങ്ങളും നമുക്ക് വീഡിയോ പോകാനേ തോന്നുന്നു. ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് പോകാണ്ട് നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോൻ്റെ ഇത് നമുക്ക് വരാനുള്ളൊരു റിവർ ക്രോസിംഗ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഉച്ചയാകുമ്പോഴാണ് വെള്ളം കയറുന്നത്. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ അതായത് റിവർ ക്രോസിങ്ങിലൊക്കെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. ബൂട്ട്സ് ക്ലോത്താകുന്നത് നനഞ്ഞിട്ട്. ഓക്കെ, വേറെ സീനൊന്നുമില്ല. റിവർ ക്രോസിങ് നമ്മളൊരു അഡ്വഞ്ചറസ്, നല്ല രസമാണ്, അടിപൊളിയാണ് സംഭവം. കണ്ടല്ലോ റിവർ ക്രോസിങ്. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ നമ്മൾ സർച്ചിൽ നിന്ന് വരുമ്പോൾ ബാരാലാച്ച എന്ന് പറഞ്ഞ പാസ് ഉണ്ട്. അത് കഴിഞ്ഞ് സിംഗ് ബാർ ഉണ്ട്. അതും കഴിഞ്ഞിട്ട് വരുമ്പോൾ റിവർ ക്രോസിങ് ആണിത്. എടുത്തോ അത് കഴിഞ്ഞ് വരുമ്പോഴൊരു ഇതാണിത്. അപ്പോൾ ഇവിടെ സീന് വേറെ ഒന്നുമില്ല. പിന്നെ രാവിലെ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ വെള്ളം കുറയും. പിന്നെ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ നമുക്ക് പല സ്ഥലങ്ങളായത് നിങ്ങൾ രാവിലെ നേരത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓരോ സ്ഥലത്ത് നിർത്തി വരാം. ഞാൻ പറഞ്ഞ പോലെ ഗോപ്രോ ഇല്ലാതെ ഭയങ്കര നഷ്ടമായിപ്പോയി. എല്ലാവരും കംപ്ലീറ്റ് കവർ ചെയ്യുന്നത്. പക്ഷേ എല്ലാം ഞാൻ പറയുന്നില്ല, നിങ്ങൾ റൈഡ് പോകുന്ന ഇതാക്കുക. ഇതിന് അടുത്ത സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ തിങ്സ് ടു ക്യാരി, നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനം ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ശരി, സുബി.